ഇത് നോക്കാം. അടുത്ത 7 ദിവസത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കാമെന്ന്. ഓക്കെ, കാർഡ്സ് ഷഫിൾഡാണ് കേട്ടോ. നൈറ്റ് ഓഫ് വാൻഡ്സ്, 7 ഓഫ് വാൻഡ്സ്, 3 ഓഫ് പെൻറ്റക്കിൾസ്, ക്വീൻ ഓഫ് കപ്സ്, 2 വന്നു, 9 ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് കപ്സ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, ബോട്ടം ഓഫ് ദി ഡെക്ക്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും എസ്പെഷ്യലി അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്പീഡി ആക്ഷൻ നിങ്ങൾക്കായിട്ട് ഉണ്ടാവും എന്ന് കാണുന്നു. എസ്പെഷ്യലി റീയൂണിയന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത 7 ദിവസത്തിനകം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ഒരു റീയൂണിയൻ നിങ്ങൾക്കായിട്ട് ഉണ്ടാവും എന്ന് കാണുന്നു. എസ്പെഷ്യലി തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് എതിരെ മുഖം തിരിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഓക്കെ, നിങ്ങളുടെ മെസ്സേജസിന് റിപ്ലൈ ചെയ്യുന്നുണ്ടാവില്ല, യാതൊരു കോണ്ടാക്റ്റും നിങ്ങൾക്ക് തരാതെ നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുകയായിരുന്നെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് അവരുടെ ലൈഫിൽ എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്പീഡി ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യും, എത്രയും പെട്ടെന്ന് ഒരു ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് കാണുന്നുണ്ട്. നിങ്ങളെ പ്രതി വളരെ ഇമോഷണലായിട്ട് അവർ പെരുമാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ മാനിച്ചുകൊണ്ട് തന്നെ ഓക്കെ അവർ നിങ്ങൾക്കായി ഒരു റീയൂണിയന് വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ച് വരും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നുള്ള തീരുമാനം തന്നെയായിരിക്കും അവർ നിങ്ങളെ അറിയിക്കുക. അതായത് സ്നേഹം തന്ന് സ്നേഹം കൈപ്പറ്റാൻ അവർ തയ്യാറാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിൽ പങ്കുവഹിക്കാൻ അവർ തയ്യാറാണ് എന്നുള്ള രീതിയിൽ തന്നെ അവർ നിങ്ങളുടെ അടുത്ത് പറയും എന്നാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി അട്രാക്റ്റഡ് ആണ്, അതേസമയം റെസ്പെക്റ്റും ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. നിങ്ങൾ എസ്പെഷ്യലി ജോലി സംബന്ധമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം കേട്ടോ. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ വളരെയധികം റെസ്പെക്റ്റാണ്, സ്നേഹമാണ്, അട്രാക്ഷനാണ്, എല്ലാമാണ്. അതവർ പ്രകടിപ്പിക്കും അടുത്ത 7 ദിവസത്തിൽ എന്നും കാണുന്നു. നിങ്ങളെ അവരുടെ ഫാമിലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും സാധ്യതയുണ്ട്. ഫാമിലിയിൽ ഉള്ളവരെ വിളിച്ച് പരിചയപ്പെടുത്താനോ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണെന്നുള്ള രീതിയിലായിരിക്കാം ഒരുപക്ഷെ അവർ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ ഫാമിലിയിലുള്ള മറ്റുള്ളവരെ നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള സാധ്യത അടുത്ത 7 ദിവസത്തിൽ ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു എന്താ പറയുക പ്രപ്പോസൽ അക്സെപ്റ്റൻസ് ഒന്നും ചെയ്യാതെ അവർ മാറി നിൽക്കുകയായിരുന്നെങ്കിൽ അടുത്ത 7 ദിവസത്തിൽ അവർ അവരുടെ സ്നേഹം നിങ്ങളുടെ അടുത്ത് അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും കാണുന്നു കേട്ടോ. ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത എക്സ്പെക്റ്റഡ് ആക്ഷൻ അടുത്ത 7 ദിവസത്തിൽ.